ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീ മഹാഭാഗവതം 7-ാം സ്കന്ധം 9-ാം അധ്യായം. പ്രഹ്ലാദസ്തുതി. നാരദൻ പറഞ്ഞു: ഏവമാ ബ്രഹ്മരുദ്രേന്ദ്രാദികൾ ആർക്കുമടക്കുവാൻ സാധിച്ചതേയില്ല രോഷാവിഷ്ടനാമദ്ദുരാപനെ. ദേവപ്രേഷിതയാം സാക്ഷാ ശ്രീയുമപരമാദ്ഭുതം അദൃഷ്ടാശ്രുതപൂർവം തദ്രൂപം കണ്ടു ഭയന്നുപോയി. കുഞ്ഞേ ചൊന്നാനജഞ്ചാരത്തെഴും പ്രഹ്ലാദനോടുടൻ അച്ഛനോടാർന്നൊരക്കോപം നീ പോയി ശാന്തപ്പെടുത്തണം. ആവാമെന്നോദിയാമന്ദം അഭാഗവത സത്തമൻ തൊഴുകൈമുട്ടുമായി ചെന്നു സാഷ്ടാംഗം വീണുകൂപ്പിനാൻ. കാൽത്താരിലേവം പ്രണമിച്ചു നിൽപ്പൊര കുഞ്ഞിങ്കലാർദ്രത്വമെന്നൊരാഹരി പിടിച്ചെണീപ്പിച്ചു ശിരസിൽ വെച്ചിത കാലാഹി ഭീതീർപ്പൊരു തൻകരാംബുജം. തൊട്ടപ്പോഴേ പങ്കമശേഷവും നശിച്ചാത്മജ്ഞനായി നിർവൃതനായൊരശിശു അണിഞ്ഞു രോമാഞ്ചമുതിർത്തു കണ്ണുനീർ ധരിച്ചു ഹൃത്തിൽ ഭഗവത് പദാംബുജം. ഹരേ കണ്ണും ഹൃത്തും ശ്രീഹരിയിൽ അർപ്പിച്ചേകാഗ്രചിത്തനായി ഭക്തിയാലിടറും മട്ടിൽ സ്തുതിച്ചാനവനിങ്ങനെ. പ്രഹ്ലാദൻ സ്തുതിച്ചു. സത്വപ്രധാന രജമുഖ്യ ഋഷീന്ദ്രൻ സിദ്ധന്മാരും ഭഗവത് ഗുണഗണങ്ങളെ വാഴ്ത്തുവാനായി പാരം ശ്രമിക്കുകിലുമെന്ന അസമർത്ഥരെങ്കിൽ ഈ ദൈത്യസൂനുവിനതെങ്ങനെ സാധ്യമാവും? രൂപം കുലം ധന തപോബല യോഗവിദ്യാ തേജപ്രഭാവമധികാന്തികൾ തൊട്ടതൊന്നും നിൻ തോഷണത്തിനു പരാൽപര പോരാ. ഭക്ത്യാ നീ തുഷ്ടനായതു ഗജേന്ദ്രനിലെന്നു സിദ്ധം. നിൻ പാദപത്മവിമുഖത്വമെന്നു മറ്റു നാനാഗുണങ്ങളിൽ മതിപ്പൊരു വിപ്രനേക്കാൾ സർവാത്മനാ തവ പദത്തെ ഭജിച്ചു വംശം ശുദ്ധീകരിക്കുവൊരു പുൽക്കസനല്ലി ധന്യൻ. സ്വാർത്ഥത്തിനല്ല ഭഗവാൻ നിജലാഭതുഷ്ടനൽപജ്ഞപൂജ കൃപ കൊണ്ടുവരിക്കയത്രേ. ഈശന്നു ചെയ്വതഖിലം പ്രതിബിംബിതാസ്യ ശ്രീ എന്ന പോലവരവർക്കണയുന്നിതല്ലോ. സർവാത്മനാ കഴിവുപോൽ ഭഗവൻ മഹത്വം കീർത്തിപ്പനീയൊരു നിലയ്ക്ക വിശങ്കമീ ഞാൻ. മായാപ്രപഞ്ചമിതിൽ മുങ്ങിയ നീചമർത്യൻ പോലും വിശുദ്ധിയണവൂ ഹരികീർത്തനത്താൽ. ഇദ്ദൈത്യരെന്ന വിധമല്ല അജമുഖ്യരാമീ നിൻ ഭൃത്യരിന്നവർ ഭയാതുരർ. സത്വമൂർത്തേ ക്ഷേമം വിഭൂതി സുഖവും ഭുവനത്തിനേകുവാനല്ലി നിൻ വിവിധമാം അവതാരലീല. പോരും രുഷാ നരഹരേ ഹതനായി സുരാരി സർപ്പാതിഹത്യയുമണപ്പു ബുധർക്കുമോദം. തോഷിപ്പുപാരഖിലമിന്നിതിൽ നിന്റെ രൂപം ഭീതീർപ്പതിന്നു സതതം ജനമോർത്തുകൊള്ളും. രക്തം പുരണ്ട മുഖവും ചിടദംഷ്ട്രനാവും കത്തുന്ന കൺകൾ വളർജില്ലികൾ ആന്ധ്രമാല. ഈ കൂർത്തു നീണ്ട നഖരം ചെവി ദിഗ്ഗജങ്ങൾ ഞെട്ടുന്ന ഗർജനവുമല്ലിഹ ഭീതിതം മേ. ഈ ഹിംസ്രജീവതതികൾക്കിടയിൽ സ്വകർമ്മസംബദ്ധനായി കഠിനമി ഭവരാശിയിങ്കൽ വീണെന്നതേ ഭയം. ഈ ഹിംസ്രജീവതതികൾക്കിടയിൽ സ്വകർമ്മസംബദ്ധനായി കഠിനം ഈ ഭവരാശിയിങ്കൽ വീണെന്നതേ ഭയം. ഇനി തവ പാദമൂലമെന്നാളും ഈ അഗതി ചാരുതനോ കൃപാലോ. എന്നും പ്രിയാപ്രിയ വിയോഗ സുയോഗ ശോകത്തി ചൂടിനാൽ വിവിധ യോനിജനായി ദഹിച്ചും അടിക്കടി തിന്നു മാർത്തനാമീ എനിക്കരുൾക നീ തവദാസ്യയോഗം. എന്നും പ്രിയാപ്രിയ വിയോഗ സുയോഗ ശോകത്തി ചൂടിനാൽ വിവിധ യോനിജനായി ദഹിച്ചും നേർകണ്ടിടാതഴലടിക്കടി തിന്നു മാർത്തനാമീ എനിക്കരുൾക നീ തവദാസ്യയോഗം. നിൻ ഭക്തനായി പ്രിയ സുഹൃത് പരദൈവമാം നിൻ ബ്രഹ്മാനുഗീതം അവതാരകഥാതിലീല കീർത്തിച്ചും അങ്ങയുടെ ഭക്തവരേണ്യ സംഗമാർന്നും ഭവാംബുധി കടപ്പൻ അസംഖ്യയായി ഞാൻ. രോഗിക്കു ഭേഷജവുമാഴിയിൽ മുങ്ങിയോർക്കു തന്നൗകയും ശരണമല്ല നൃസിംഹമൂർത്തേ. താങ്ങായി വരാ ശിശുവിന് ആത്മപിതാക്കൾ പോലും നീ കൈവെടിഞ്ഞിടുകിൽ ഇല്ലൊരു രക്ഷയാർക്കും. ആർക്കെന്തിനായി എവിടെ നിന്നെതുമട്ടിൽ എപ്പോൾ എന്തേതിനാൽ അപരനോ പരനോ മഹാത്മൻ ഭാവിപ്പു ചെയ്വു ചില വേള മറിച്ചുമേവ ഭോക്തൃകരണാദികൾ സർവവും നീ.
നിന്നംശമാകിന പുമാന്റെ കടാക്ഷമാർന്ന കാലത്തിനാൽ ക്ഷുഭിതയാകിനമായ ഗാഠം നിർമ്മിച്ച ഷോഡശവികാരമയം ഭവാഖ്യചക്രം നിനക്കൊഴികെ ആർക്കും അഭേദ്യമല്ലോ. ഭൂതേന്ദ്രിയാദികളെയും ത്രിഗുണങ്ങളെയും ചിച്ഛക്തിയാൽ സ്വശമാക്കിയ കാലരൂപിൻ അരങ്ങളെഴുമീ ഉരുളിങ്കൽ മായ വട്ടം കറക്കും ഇവനെ കരയേറ്റിയാലും. അച്ഛൻ്റെ കോപപരിഹാസ വിജൃംഭിത ഭ്രൂഭംഗങ്ങളാൽ ചുതിയണഞ്ഞതിഗീശരെയും ലോകം കുതിക്കൊരു തദ്വിഭവങ്ങളെയും കണ്ടേനിതാ ജനകനും ഹതനായി ഭവാനാൽ. ദുർവാരകാലഗതിയാൽ തകരുന്നതാണാ ബ്രഹ്മം സമസ്ത വിഭവങ്ങളുമെന്നറിഞ്ഞേൻ. ആയുസ്സും ഐന്ദ്രിയ സുഖങ്ങളും എന്തിനായി മേ നിൻ ഭൃത്യപദമേകുക കാലമൂർത്തേ. രോഗങ്ങൾ തൻ വിളനിലം തനു കേൾക്കുവാനേ കൊള്ളൂ മരീചകയൊടൊത്ത സുഖങ്ങളേതും. ഈ നേരറിഞ്ഞും അവിരക്തതയൊത്തു കാമത്തീയിങ്കൽ നെയ് പകരുവാനുഴർന്നു ലോകം. ഞാനോ തമോധികരജോയുധ ദൈത്യവംശജാതൻ വിചിത്രമഥ നിൻ കൃപയോർത്തു കണ്ടാൽ. ബ്രഹ്മേശലക്ഷ്മികളെ വെട്ടിക നിൻകരത്താർ എൻ മൂർധ്നി ചേർത്തിവൻ അനുഗ്രഹമേകിയല്ലോ. എങ്ങുച്ചനീചമതി സർവജഗത് സുഹൃത്തുമാത്മാവുമാകും അവിടേക്ക് അവരെൻ്റെ മട്ടിൽ. കൽപ്പദ്രുതുല്യം അവിടുന്നു മണപ്പു തത്തത്സേവാഫലങ്ങൾ അതിലില്ല പരാവരത്വം. കാലാഹി ചേർന്ന വിഷയാന്ധുവിൽ വീണു കേഴും കാമാന്ധരൊപ്പം ഇവൻ അന്നു പതിച്ച നേരം. ശ്രീനാരദൻ്റെ കനിവാൽ കരയേറിനേൻ നിൻ ഭൃത്യൻ്റെ സേവ ഇനി എങ്ങനെ ഞാൻ ത്യജിക്കും. അച്ഛൻ സ്വഖഡ്ഗവുമെടുത്തു മദന്യനീശൻ കാക്കട്ടെയെന്ന് തലകൊയ്വതിന് ആർത്തടുക്കേ ത്വൽഭക്തവാക്ക നൃതമാവരുതെന്നു ചിന്തിച്ചല്ലീ പിതാവിനെ വധിച്ചു തുണച്ചതെന്നെ. ഈ വിശ്വമങ്ങൊരുവൻ അങ്ങയിൽ നിൽക്കയാം ആദ്യന്തങ്ങളിൽ തദനു മധ്യഗനും ഭവാൻ താൻ. വിശ്വം ഗുണവ്യതികരം നിജമായയാൽ തീർത്തുള്ളിൽ കടന്നു പലതായി ലസിപ്പതും നീ കാര്യകാരണ ജഗത്തു തദന്യനും നീ. ഞാൻ അന്യനെന്ന മതി അജ്ഞത മാത്രമല്ലോ. ബീജത്തിനും തരുവിനും ധരപോൽ ജഗത്തിൻ ജന്മസ്ഥിതി പ്രളയഹേതു ജഗന്മയൻ നീ. ഈ വിശ്വമാത്മനി ധരിച്ചു തമോ ഗുണേഹാശൂന്യം തുരീയ നിലയിൽ സ്വസുഖത്തിൽ മുങ്ങി. യോഗാഖ്യനിദ്രയുടു കണ്ണുമടച്ചു കൽപ്പതോയത്തിലാദിയിൽ വസിപ്പു ഭവാൻ വിനിദ്രം. ശേഷശായി ഭഗവാൻ സ്വസമാധി വിട്ട നേരം സ്വകാലവികൃതം ത്രിഗുണം നിമിത്തം സ്വാത്മസ്വരൂപമിതു താമരയായി സ്വനാഭീങ്കൽ ജനിപ്പു ചെറുവിത്തിൽ വടം കണക്കെ. തജ്ജാതനാം വിധി തദന്യതമത്തെ നോക്കിക്കാണാതെ ആത്മതതമാകിന പത്മബീജം ബാഹ്യസ്ഥമെന്നു നിരൂപിച്ചു. തിരഞ്ഞു നീരിൽ നൂറ്റാണ്ട് വിത്തെവിടെയാ മുളയായി വളർന്നാൽ. പിന്നെ തിരിച്ചു ബഹുവിസ്മിതനായി സരോജമധ്യത്തിൽ വാണു സുചിരോഗ്ര തപസ്സു ചെയ്കെ. ഭാവം തെളിഞ്ഞൊരജനാത്മനി സൂക്ഷ്മഗന്ധം ഭൂവിങ്കലെന്ന പടി നിന്നെ നിറഞ്ഞു കണ്ടാൻ ഹരേ. ഏവം സഹസ്രമുഖപാദകരോരു നേത്രനാസാദിയാൽ വിരചിതാഖില വിശ്വമായി മായാമയം പരമപൂരുഷ വിഗ്രഹം കണ്ട പത്മയോനി സുതരാം കൃതകൃത്യനായാൻ. വേദങ്ങളോടു പകയാണ്ട രജസ്തമ പ്രഖ്യന്മാർ ബലിഷ്ഠർ മധുകൈടഭരത്തതാ നീ. അശ്വാസ്യനായി നിഹനിച്ചു വിധിക്കു നൽകി വേദം ജയിപ്പു സുതരാം തവ സത്വരൂപം. ഇത്തം നൃതിര്യകൃഷിദേവഛാദിയായി നീ കാക്കുന്നു വിശ്വരിപുഹത്യകൾ ചെയ്തു വിശ്വം. പാലിക്കയാം ത്രിയുഗധർമ്മവുമേവമങ്ങുഗൂഢം ജരിപ്പു കലിയെങ്കലുമെന്നു നൂനം. കാമാതുരം ദുരിത ദുഷ്ടമസാധു തീവ്രം സന്തോഷശോകഭയസങ്കുലമെൻ ഹൃദന്തം. വൈകുണ്ഠ താവകകഥാവിമുഖം മഹാത്മൻ നിൻ തത്വമെങ്ങനെ ഇവൻ നിരൂപിച്ചിടേണ്ടു. അങ്ങോട്ട് തൃപ്തരസനേന്ദ്രിയമെങ്കിൽ ഇങ്ങോട്ടൻ കൺകൾ മൂക്കുതൊലികാതഥ ശിഷ്ണവും മേ കർമ്മേന്ദ്രിയങ്ങളുമഹോ പലപാടിഴച്ചു ഞാൻ കേഴുകയാം ഗൃഹിസപഗ്നികളാൽ കണക്കെ. ഹേ നിത്യമുക്ത ഭവ വൈതരണിക്കകം വീണേവം സ്വകർമ്മഫലമായി ജനനാദി ദുഃഖം പൂണ്ടും സദാ സ്വപരബുദ്ധിയോട് ഈർഷയാർന്നും കേഴും ജനത്തിലലിവിത്തിരി തൂകിയാലും.
കേഴും ജനത്തിൽ അലിവിത്തിരി തൂകിയാലും സൃഷ്ടിസ്ഥിതി പ്രളയകാരി നിനക്കു ദണ്ഡമെന്തുള്ളു. മൂഢരിവരെ കരയേറ്റുവാനായി നിൻ ഭക്തസേവനപരായണരങ്ങളോടല്ലിക്കൂട്ടരോടു ദയ കാട്ടുവതല്ലി യുക്തം. നിൻ വീര്യകീർത്തന മഹാമൃതമഗ്നനാം ഞാൻ സംസാര വൈതരണി കണ്ടു ഭയന്നു പോകാ. ത്വദ്ഭക്തിയറ്റു വിഷയാന്ധത കൊണ്ടു നാനാഭാരാർത്ഥരാം ഇവരെയോർക്കുകിലാണു ദണ്ഡം. പ്രായേണ ദേവമുനിമാർ സ്വവിമുക്തിയോർത്താണ് അന്യാർത്ഥമല്ല ഭുവി വാഴ്വതു മൗനിമാരായി. നീ എന്നി ആർ ശരണമീ കൃപണർക്ക് മോക്ഷം കാക്ഷിപ്പതില്ലിവരെ വിട്ടിവനാർത്ഥബന്ധോ. ഹാ മൈഥനാധിക സുഖം ചുറിപുണ്ട കൈകൾ കൂട്ടിത്തിരുമ്പുവതുപോൽ പുരുദുഃഖഹേതു. എന്നിട്ടുമില്ല കൃപണർക്കൊരു തൃപ്തി കാമച്ചൂടും സഹിപ്പും അതിശാലി ചൊറിച്ചൽ പോലെ. മൗനവ്രതാധ്യേന ധർമ്മ ജപാതിമോക്ഷോപായങ്ങളും ഗൃഹികളിന്ദ്രിയദാസരെങ്കിൽ ജീവിപ്പതിനുപകരിപ്പവ മാത്രം. എന്നാൽ ദാംഭികർക്ക് അതിനുമൊക്കണമെന്നുമില്ല. ബീജാങ്കുരങ്ങളുടെ മട്ടിഹ സത്തസത്തും നിൻ രൂപമെന്നു മറചൊല്ലുകയാം അരൂപിൻ സാക്ഷാത്കരിപ്പു യഥചിത്തർ ഭവാനെ ഭക്തി മാത്രത്തിനാലിവയിൽ ദാരുവിലഗ്നിയെപ്പോൽ. ശബ്ദാദിയും പൃഥിവി തൊട്ടവയും മനസ്സും പ്രാണേന്ദ്രിയങ്ങളും അഹങ്കൃതി ബുദ്ധിയും നീ തന്നെ. അഗോചരമായ സൂക്ഷ്മസ്ഥൂലാദി നീയൊഴികയില്ലൊരു വസ്തു പോലും. ആദ്യന്തമാളും ഇവയും ത്രിഗുണങ്ങളും തന്മാനം പെടുന്ന മഹദാദി സുരാദ്യർ പോലും കാൺമീലഹന്ത നിരുപാധികനാം ഭവാനെ എന്നോർത്തു മൗനമൊടു വിജ്ഞർ ഭജിപ്പു നിന്നെ. നിൻ സൽക്കഥാശ്രവണ കീർത്തന പാദപൂജാധ്യാനങ്ങൾ ആത്മബലി വീണു നമിക്കലേവം. ആറംഗമൊത്ത തവ സേവ നിമിത്തമല്ലാതുണ്ടായി വരാ പരമഹംസപദൈക ഭക്തി. നാരദൻ പറഞ്ഞു, ഏവം ഗുണോൽകീർത്തനം ചെയ്ത ഭക്തൻ വീണുകൂപ്പവേ ശാന്തനായി പ്രീതനായി ചൊന്നാന ഗുണാതീതനാം ഹരി. ശ്രീ ഭഗവാൻ പറഞ്ഞു, പ്രഹ്ലാദ ഭദ്രം തേ ഭദ്രപ്രീതനായേൻ ഭവാനിൽ ഞാൻ. ഇഷ്ടം വരം വരിച്ചാലും സർവാർത്ഥപ്രദനാണു ഞാൻ. മൽപ്രീതി നേടാനാവാത്തോൻ എന്നെ കാണാൻ ഞെരുക്കമാം. അതു സാധിച്ചവൻ ആത്മക്ലേശം പിന്നെ ഭവിച്ചിടാ. അതിനാൽ നന്മയിച്ഛിക്കും ധീരനാം ഭാഗ്യശാലികൾ സർവകാമേശനാം എന്നെ പ്രസാദിപ്പിപ്പു സർവദാ. ഏവം ലോകോത്തരവര പ്രലോഭനമണക്കിലും ഇച്ഛിച്ചില്ലൊന്നും ഏകാന്ത ഭക്തിയാൽ അസുരോത്തമൻ. ഹരേ നമഃ. ശ്രീകൃഷ്ണാർപ്പണമസ്തു. 9-ാം അധ്യായം കഴിഞ്ഞു. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഹരേ നാരായണ.